നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സാണ്. 10th പ്രിലിമിനറി 10th ലെവൽ എക്സാമുകൾക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 പ്രധാന മേഖലകളായിട്ട് തിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിളിക്കപ്പെടുന്ന പർവ്വതക്കെട്ടേതാണ്? പാമിറാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ടേതാണ്? പാമിർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിര് ഏതാണ്? ഉത്തരപർവ്വത മേഖലയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിര് ഉത്തരപർവ്വത മേഖലയാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേരുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. വലനം എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. വലനം എന്ന പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളായ ലോകത്തിലെ പ്രധാന പർവ്വത നിരകളാണ് ഹിമാലയവും ആൽപ്സും. മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളായ ലോകത്തിലെ പ്രധാന പർവ്വത നിരകളാണ് ഹിമാലയവും ആൽപ്സും. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏതാണ്ട് എത്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല? 2400 കിലോമീറ്റർ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏതാണ്ട് 2400 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ ശരാശരി വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉത്തരപർവ്വത മേഖലയുടെ ശരാശരി വീതി 150 മുതൽ 400 കിലോമീറ്റർ. ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന സവിശേഷതകളാണ് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വതനിരകളാണ് ഉത്തരപർവ്വത മേഖല. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും വടക്കുള്ള ഭാഗമാണ് ട്രാൻസ് ഹിമാലയം. ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും വടക്കുള്ള ഭാഗമാണ് ട്രാൻസ് ഹിമാലയം. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നതും ട്രാൻസ് ഹിമാലയമാണ്. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നതും ട്രാൻസ് ഹിമാലയമാണ്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ട്രാൻസ് ഹിമാലയ നിരയാണ് കാരക്കോറം. ഹിമാലയൻ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ട്രാൻസ് ഹിമാലയ നിരയാണ് കാരക്കോറം. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളം എത്രയാണ്? 965 കിലോമീറ്ററാണ്. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളം 965 കിലോമീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതെല്ലാം? കാരക്കോറം, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം എന്നീ പർവ്വത നിരകൾ എവിടെ നിന്നാണ് വിഭിന്ന ദിശകളിലേക്ക് തിരിയുന്നത്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ്. ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷൻ, കുൻലുൻ, കാരക്കോറം എന്നീ പർവ്വത നിരകൾ എവിടെ നിന്നാണ് വിഭിന്ന ദിശകളിലേക്ക് തിരിയുന്നത്? പാമീർ പർവ്വതക്കെട്ട്. ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? കാരക്കോറം. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 3 സമാന്തര പർവ്വത നിരകൾ ചേരുന്നതാണ് ഹിമാലയം. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയൻ നിരയിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്ററാണ്. ഹിമാലയൻ നിരയിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്ററാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന നിരയാണ് സിവാലിക് നിര. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന നിരയാണ് സിവാലിക്. ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്. സിവാലിക് നിരയുടെ ഏകദേശ വീതി 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. സിവാലിക് നിരയുടെ ഏകദേശ വീതി 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കപ്പെടുന്നത് നിരയാണ് സിവാലിക് നിര. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കപ്പെടുന്ന നിര ഏത്? സിവാലിക് നിര. സിവാലിക്കിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതും 3500 മുതൽ 4500 കിലോമീറ്റർ വരെ ശരാശരി ഉയരമുള്ളതുമായ പർവ്വതനിരയാണ് ഹിമാചൽ. സിവാലിക്കിന്
വടക്കായി സ്ഥിതി ചെയ്യുന്നതും 3500 മുതൽ 4500 കിലോമീറ്റർ വരെ ശരാശരി ഉയരമുള്ളതുമായ പർവ്വതനിരയാണ് ഹിമാചൽ. ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുള്ള ഏത് നിരയാണ് ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത്? ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. ഏത് നിരയുടെ തെക്കേ ചരിവിലാണ് ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളുള്ളത്? ഹിമാചലിൻ്റെ. ഏതു നിരയുടെ തെക്കേ ചരിവിലാണ് ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളുള്ളത്? ഹിമാചലിൻ്റെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ഏകദേശം 25 കിലോമീറ്റർ വീതിയുള്ള മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങൾ നിറഞ്ഞ ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിരയാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിക്കപ്പെടുന്ന നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല്, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിലെ സമാന്തരങ്ങളായ 3 നിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിക്കാണ്. ഹിമാലയത്തിലെ സമാന്തരങ്ങളായ 3 നിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിക്കാണ്. ഗംഗ, യമുന നദികളുടെ ഉത്ഭവസ്ഥാനങ്ങൾ ഹിമാലയത്തിലെ ഏത് നിരയിലാണ്? ഹിമാദ്രി. ഗംഗ, യമുന നദികളുടെ ഉത്ഭവസ്ഥാനങ്ങൾ ഹിമാലയത്തിലെ ഏത് നിരയിലാണ്? ഹിമാദ്രി. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ ഹിമാലയ പർവ്വതത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന സമുദ്രമാണ് തെതിസ് സമുദ്രം. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ ഹിമാലയ പർവ്വതത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന സമുദ്രം ഏതാണ്? തെതിസ് സമുദ്രം. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടി ഉയർന്നു വന്ന പർവ്വതനിരയാണ് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടി ഉയർന്നു വന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടി ഉയർന്നു വന്ന പർവ്വതനിരയാണ് ഹിമാലയം. സിന്ധു, കാളി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ മേഖല ഏതാണ്? പടിഞ്ഞാറൻ ഹിമാലയം. സിന്ധു, കാളി എന്നീ നദികൾക്കിടയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ മേഖലയാണ് പടിഞ്ഞാറൻ ഹിമാലയം. കാളി, ടീസ്റ്റ നദികൾക്കിടയിലെ ഹിമാലയൻ ഭാഗമാണ് മധ്യ ഹിമാലയം. കാളി, ടീസ്റ്റ നദികൾക്കിടയിലെ ഹിമാലയൻ ഭാഗമേത്? മധ്യ ഹിമാലയം. ടീസ്റ്റ, ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഹിമാലയൻ ഭാഗമാണ് കിഴക്കൻ ഹിമാലയം. ടീസ്റ്റ, ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഹിമാലയൻ ഭാഗമാണ് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ 3 ഉപവിഭാഗങ്ങൾ ഏതെല്ലാം? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ 3 ഉപഭാഗങ്ങൾ എന്തെല്ലാമാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ജമ്മു, കാശ്മീർ, ലഡാക്ക് മേഖലകളിലായി ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയൻ ഭാഗമാണ് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ.